നമ്മൾ ഈ സൂറത്തുൻ നിസാ തുടങ്ങിയത് മുതൽ തന്നെ ഒരു കൃത്യമായ ഒരു വിശ്വാസി സമൂഹത്തിനെ നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ വർത്തമാനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് സ്ത്രീകളെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ച്, നിയമങ്ങളെ സംബന്ധിച്ച്, അനന്തരാവകാശത്തെ സംബന്ധിച്ചൊക്കെ കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഒരു കൃത്യമായൊരു വിശ്വാസി സമൂഹത്തിനെ നമ്മൾ കൃത്യമായി അള്ളാഹു നമുക്ക് നിർമ്മിച്ചു തരികയാണ്. ആരാണ് വിശ്വാസി എന്നുള്ളതിനെ കൃത്യമാക്കി തരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇല്ലല്ലദീന താബൂ വ അസ്ലഹു വ അഅ്തസമൂ ബില്ലാഹ് വ അഖ്ലസൂ ദീനഹും ലില്ലാഹ്. ദീന് അള്ളാഹുവിന് മാത്രമാക്കുക. അവരാണ് മുഅ്മിനീങ്ങൾ, അവരാണ് മുഅ്മിനി വിശ്വാസികളുടെ കൂടെയുണ്ടാകുക. ഫസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അളീമ. അങ്ങനെ ആ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും. അള്ളാഹുവിന് നിങ്ങളെ ശിക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ വിശ്വാസികളും നിങ്ങൾ നന്ദിയുള്ളവരുമെങ്കിൽ അള്ളാഹുവിന് നിങ്ങളെ ശിക്ഷിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇങ്ങനെ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിൽ നമസ്കാരത്തിനടക്കം ആ മുസ്ലിം വിശ്വാസി സമൂഹമല്ലാത്തവരുടെ ലക്ഷണങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതായത് മാനസികമായി പോലും നമ്മളെ ഈ വിശ്വാസി സമൂഹത്തിനെ കൃത്യമായി സംസ്കരിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി പറയുന്നത് ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ. ജഹ്റിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, സൂഇനെ പരസ്യമാക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ സാധാരണഗതിയിൽ തിന്മ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഫിസ്ക്, ളുൽമ്, ഫുജൂർ, ഖതീഅത്ത് അങ്ങനത്തെ ഒക്കെ വാക്കുകളുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ അള്ളാഹ് ഉപയോഗിക്കുന്നില്ല, സൂ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ ഇതിനെ ഒന്ന് എടുത്തു വെച്ചിട്ട് നോക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്ന ഹേറ്റ് സ്പീച്ച് ഇല്ലേ, വിദ്വേഷ പ്രചരണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ സൂഇനെ പരസ്യമാക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കലയിലുണ്ട്, സിനിമയിലുണ്ട്, സംഗീതത്തിലുണ്ട്, സാഹിത്യത്തിലുണ്ട്, സ്പോർട്സിലുണ്ട്. എവിടെ നോക്കിയാലും നമ്മൾ ഈ സൂഇനെ ഇങ്ങനെ പരസ്യമാക്കുക. അതായത് മനുഷ്യർ സ്വാഭാവികമായി പരസ്യമാക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അത് പരസ്യമാക്കുമ്പോൾ സമൂഹത്തിൽ ആകെ പിളർപ്പുകളും ദോഷങ്ങളും ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ഇത് പരസ്യമായി കഴിഞ്ഞാൽ ഇതിനോട് ആഭിമുഖ്യമുള്ള ആളുകളുണ്ടാവും, ഈ തിന്മയോട് ആഭിമുഖ്യമുള്ള ആളുകളുണ്ടാവും. അവർ എന്തോ കാരണത്താൽ അവരത് പുറത്തേക്കെടുക്കാതെ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇത് പരസ്യപ്പെടുത്താൻ ആളുകൾ തുടങ്ങിയ എന്താ ചോദിച്ചാൽ അവരുടെ ആ കെട്ടങ്ങ് പൊട്ടും. ഇതിപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഒരു 10 കൊല്ലം മുമ്പേ പറയാൻ ആളുകൾ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ ഇന്ന് പറയാൻ ഒരു മടിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇത് പരസ്യമായി കഴിഞ്ഞാൽ ഏതൊരു സംഭവം, ഏതൊരു തിന്മയാണെങ്കിലും ആ തിന്മ പിന്നെ തിന്മയല്ല എന്നുള്ള തോന്നൽ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹ് ഈ പറയുന്നത് ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, ഈ സൂഇനെ നിങ്ങൾ പരസ്യമാക്കുന്നത്. അതായത് മുസ്ലിമീങ്ങളോട് പറയാം. ഇത് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, അവരെ സംബന്ധിച്ച് ധാരാളം സൂഉകൾ ഓപ്പോസിറ്റുള്ള ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കണം, അതിനോട് ഈ മുസ്ലിമീങ്ങൾ എങ്ങനെ പ്രതികരിക്കേണ്ടത്? അതേ വാക്കിൽ തന്നെയാണോ, അങ്ങനെ തന്നെയാണോ പ്രതികരിക്കേണ്ടത്? അതല്ല മറ്റൊരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണോന്ന്? അതാണ് ഈ സംഭവം. അതുകൊണ്ടാണ് ഇല്ലാ മൻ ദുലിമ. ഇത് ആരെങ്കിലും അക്രമം നേരിട്ട ആളുകൾ കോടതി പോണതിനെ കുറിച്ചിട്ടോ അത് പറയുന്നതിനെ കുറിച്ചിട്ടോ അല്ല. അത് വേറൊരു കാര്യമാണ്, ഇത് വേറൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇല്ലാ മൻ ദുലിമ എന്ന് പറയുന്നിട്ട് അതിനാണ്ട് വേർതിരിച്ച് നിർത്തുന്നത്. ആർക്കെങ്കിലും അക്രമം നേരിട്ടാൽ അവർ അതിൻ്റെ നീതി തേടുന്നതിനോ അത് അധികാരികളുടെ അടുത്തെത്തിക്കുന്നതോ നടപടി സ്വീകരിക്കുന്നതിനോ കുറിച്ച് അല്ല ഈ വർത്തമാനം. ഇത് വേറെ ഒരു തലത്തിലുള്ള വർത്തമാനമാണ്. ഇത് ശരിക്കും നമ്മൾ നോക്കിയാൽ നമ്മളുടെ ഈ സമൂഹത്തിൽ ഏത് കാലത്തും ഇത് നടക്കുന്നുണ്ട്. കാരണം ഇത് പിശാചിൻ്റെ ഭാഗത്തു നിന്നുള്ള തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. ഈ മുസ്ലിം സമൂഹത്തിന് ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ശരിക്കും ഈ റസൂല് വരുന്ന ആ കാലം, ഈ ഇസ്ലാം ഇതൊക്കെ പറയുന്ന ഈ കാലത്തിൻ്റെ ആ ഒരു ചരിത്രമുണ്ടല്ലോ, ആ ലോകത്തിൻ്റെ ചരിത്രം തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ഈ വക യാതൊരു ധർമ്മവും പാലിക്കുന്ന ഒരു സമൂഹം, അവരുടെ ചുറ്റുമുള്ള സമൂഹം എന്ന് പറയുന്നത് ഒന്ന് റോമാ സമൂഹമാണ്, റോമക്കാരാണ്.
ബൈസാൻഡിയക്കാരാണ്, പേർഷ്യക്കാരാണ്. ഇവർക്കൊന്നും ഈ അവരുടെ ചുറ്റുമുള്ള അന്ന് ലോകം നിയന്ത്രിക്കുന്ന ആർക്കും ഈ വക ധാർമ്മികമായ യാതൊരു സംഭവമില്ല. അപ്പോൾ ശരിക്കും ഇത് അവരോട് കുറച്ച് ആളുകളോട് മാത്രമല്ല, അവരിനി ഏറ്റുമുട്ടാൻ പോകുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഈ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു മുന്നറിയിപ്പ് കൊടുക്കാൻ അവർ അതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പെരുമാറുക. കാരണം ഇവരും ഇതിലേക്ക് വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല, ഒരു 10-20 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിലും ഈ സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളൊക്കെ കണ്ട് മാറ്റി വെച്ചിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് അവരങ്ങ് പരിവർത്തിതമാകണം. അതാണ് ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ. അള്ളാഹുവിന് അത് ഇഷ്ടമല്ല. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത് ഒരു മുസ്ലിമിനും ഇഷ്ടമല്ല. എല്ലാവരുടെയും ഇഷ്ടങ്ങൾ അങ്ങോട്ട് മാറ്റിയിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് പോകണം. ഇതൊക്കെ ഇപ്പോൾ നമുക്കും വളരെ ബാധകമാണ്. നമ്മളും ഒരു സംസ്കൃത സമൂഹമായി മാറണമെങ്കിൽ നമ്മളും നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ താല്പര്യങ്ങളും വൈകാരികതകളും ഒക്കെ മാറ്റിവെച്ചിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടമെടുത്ത് അണിയണം. അത് ഒരു വാക്ക് പറയുന്നിടത്താണെങ്കിലും. കാരണം ഈ വാക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങ് പോയി. അവർ അടുത്ത് ധാരാളം പറയുന്നവരാ. ഇപ്പോൾ നമ്മൾക്കൊരു ഉദാഹരണം കാണാം, കങ്കണ റാവത്ത് ഇല്ലേ, ആ കൃഷിക്കാർക്കെതിരെ ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ടിട്ടല്ലേ കരണത്തടി കിട്ടിയേ. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളൊരു വാക്ക് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിത് പറയുന്ന ആൾക്കാരാണെന്നുവെച്ചെങ്കിൽ നമ്മളിത് അങ്ങ് പറഞ്ഞു വിടും. പക്ഷേ ഇത് കൊള്ളുന്നോടത്ത് അവരിതൊരിക്കലും മറക്കില്ല. കാരണം ഇത് കാലങ്ങളോളം അത് നിലനിൽക്കുകയും ധാരാളം പ്രത്യാഘാതങ്ങൾ അതിൻ്റെ പേരിലുണ്ടാവുകയും ചെയ്യും. നമ്മളുടെ ഈ നേതാക്കൾ എന്നൊക്കെ പറയുന്നത് വായിൽ തോന്നുന്നതൊക്കെ അങ്ങ് വിളിച്ചു പറയാണ്. കാരണം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്, എന്തൊക്കെ ഫലങ്ങളാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല, നമുക്കും കണക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ട് മുസ്ലിം സമൂഹത്തിന് ശരിക്ക് ബോധം കൊടുക്കുകയാണ് അള്ളാഹു. അത് ഈ നമ്മളീ പറയുമ്പോൾ വെറുതെ എന്ന് പറഞ്ഞ് നാളെ അങ്ങ് പോകുന്നൊന്നും ആരും വിചാരിക്കണ്ട എന്നുള്ളത്. സമൂഹത്തിനെ അതാകെ പരിവർത്തിപ്പിക്കും. സംഗതി കേവലം വാക്കുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം ആർക്കെങ്കിലും അക്രമം നേരിട്ടാൽ അതിനെ ചോദ്യം ചെയ്യുന്നതോ അതൊന്നും ഇതിൽ പെട്ട സംഭവങ്ങളല്ല. അവർക്ക് അതിനുള്ള തികച്ചുമുള്ള അവകാശങ്ങളുണ്ട്. വകാനല്ലാഹു, അതുകൊണ്ടാണ് അള്ളാഹു സമീഅാണ് അലീമാണെന്ന് പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന കേൾവിയല്ല, നിങ്ങൾ അറിയുന്ന അറിവുമല്ല, അള്ളാഹുവിൻ്റെ അറിവ് വെച്ചിട്ടാണ്, അള്ളാഹുവിൻ്റെ കേൾവി വെച്ചിട്ടാണ് അള്ളാഹു ഈ പറയുന്നത്. നമുക്ക് അങ്ങോട്ടൊന്നും എത്താൻ കഴിയില്ല. പക്ഷേ അത് അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർ ആ പരിമിതി കൂടി അംഗീകരിച്ചാണ് കാര്യങ്ങളെ അംഗീകരിക്കേണ്ടത് എന്നാണ് അതിന്. ഇൻ തുബ്ദു ഖൈറൻ, നിങ്ങൾ ഖൈറിനെ വെളിപ്പെടുത്തുന്നുവെങ്കിൽ, നമ്മളിത് ഇങ്ങനെ ഈ പരസ്യമാക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ അത് നന്മയുടെ കാര്യത്തിൽ, നന്മ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് സമൂഹത്തിനും വ്യക്തികൾക്കൊക്കെ നന്നെങ്കിൽ അതിനെ വെളിപ്പെടുത്തണം. അതല്ല അത് മറച്ചു വെക്കുന്നതാണ് ഖൈറ് എങ്കിൽ അതിനെ മറച്ചു വെക്കണം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നേരിട്ട് ഒരാളിൽ നിന്ന് ഒരു അനുഭവിച്ചു എന്ന് വയ്ക്കാം. അതിനെ ഔ തഅഫു അൻ സൂഇൻ, ആരെങ്കിലും അങ്ങനത്തെ സൂകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഫ ഇന്നല്ലാഹ കാന അഫുവൻ ഖദീറ, കാരണം അള്ളാഹു പ്രതികാരം ചെയ്യാൻ കഴിവുള്ളവനായതോടുകൂടി തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിൻ്റെ വർണ്ണമണിയുക. സാധ്യമായിടത്തൊക്കെ അള്ളാഹുവിൻ്റെ വർണ്ണമാണ് നിങ്ങളും അണിയേണ്ടത്. നിങ്ങൾ ദുർബലരാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നല്ല, നിങ്ങൾ ശക്തരാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണം. അതിനാണ് വാല്യൂ ഉള്ളത്. നമുക്ക് പ്രതികാരം ചെയ്യാൻ കഴിയും, അയാളെ ചെയ്യാൻ കഴിയും, അയാളോട് ചോദിക്കാൻ കഴിയും. ആ അവസ്ഥയിൽ തന്നെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വാല്യുബിളായി മാറുന്നത്. അല്ലാതെ നമ്മൾ ദുർബലരാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ വിലയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അഫൂവിനെയും ഖദീറിനെയും അവിടെ എടുത്തു കൊടുന്ന് വെക്കുന്നത്. നമ്മളും നമുക്ക് കഴിവുള്ളിടത്തോളം നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാൻ പറ്റുമെങ്കിലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ചില സംഭവങ്ങൾ ഈ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വത്തഖി ദഅവത്തുൽ മദ്ലൂം ഫ ഇന്നഹു ലൈസ ബൈനഹ വ ബൈനല്ലാഹി ഹിജാബ് എന്നാണ്.
അതായത് നിങ്ങൾ ഒരു മദ്ലൂമിൻ്റെ അക്രമിയുടെ പ്രാർത്ഥനയെ ദഅവത്തിനെ നിങ്ങൾ ഭയപ്പെടണം. കാരണം അതിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടക്ക് മറയില്ല എന്നുള്ളതാണ്. അത് മറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. മറ്റൊരു ഹദീസിൽ പറയാണ്, മർദിതൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അള്ളാഹു പറയും, എൻ്റെ പ്രതാപവും പ്രൗഢിയുമാണ്, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. അത് ഒരു പക്ഷേ കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും. അത് അള്ളാഹുവിൻ്റെ യുക്തിക്കനുസരിച്ച് കാലതാമസം എടുക്കുമെങ്കിൽ പോലും അള്ളാഹു അവനെ സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അക്രമിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് ഏത് നിലക്കും വാക്കാലോ പ്രവൃത്തിയാലോ മറ്റുള്ളവരോട് നമ്മൾ അക്രമം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഭയപ്പെടേണ്ടത്, അയാൾ അവശനും കാര്യം വീരൊക്കെ എണിച്ചെങ്കിൽ അയാളുടെ പിന്നെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം അയാളുടെ പ്രാർത്ഥനയാണ്. അത് അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായും ഓർത്തിരിക്കണം. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയാണ്, മർദ്ദകൻ്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. മർദ്ദകൻ്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതുകൊണ്ടാണ് ചിലവരൊക്കെ പറയുന്നത് അല്ലാഹുമ്മ ദമ്മിർ ആദാഅന എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. അവനെതിരെ എന്നെ സഹായിക്കണേ, അല്ലാഹുമ്മ അൻസുറിന, എന്നെ സഹായിക്കണേ. അത് എങ്ങനെയെന്നൊക്കെ അള്ളാഹ് തീരുമാനിച്ചോളൂ. നമ്മൾ ഒരു ഐഡിയ ഒന്നും ഉണ്ടാക്കിയിട്ട് അള്ളാഹ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല, ഓനെന്താ ചെയ്യേണ്ടതെന്നുള്ളൂ. അതൊന്നും പ്രാർത്ഥനയുടെ ശരിയായ രൂപമല്ല. പ്രാർത്ഥനയുടെ ശരിയായ രൂപം എന്ന് പറഞ്ഞാൽ ആ അക്രമിയെ നന്നാക്കിയിട്ട് പോലും അള്ളാഹ്ക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ അല്ലാഹുമ്മ അൻസുറിന എന്നാണ്. ഇന്ന ആളെ നശിപ്പിച്ചിട്ട് ഇന്ന നേരാക്കണമെന്നൊന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതില്ല. അതൊക്കെ അള്ളാഹുവിന് നമുക്ക് വിട്ടുകൊടുക്കുകയാണ് നല്ലത്. നമുക്ക് പ്രാർത്ഥിക്കാമെന്നത് അവനെതിരെ എന്നെ സഹായിക്കണേ എന്നും അവനിൽ നിന്ന് എൻ്റെ അവകാശം ലഭ്യമാക്കണേ എന്നൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കാം, നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കാതിരിക്കുക. അതൊക്കെ പ്രാർത്ഥനയിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ അങ്ങനെയല്ല ചെയ്യുക. അതൊക്കെ ഖുർആനിൽ ഇനി വേറെയും വരുന്നുണ്ട്, സൂറത്ത് ഇസ്രായിലൊക്കെ വരുന്നുണ്ട്. നന്മക്ക് വേണ്ടിയിട്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ തായിഫിലെ ജനങ്ങളൊക്കെ ആക്രമിച്ചപ്പോൾ പോലും റസൂൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്കുള്ള മാതൃക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മളങ്ങനെ അല്ല ചെയ്യുക. നമ്മൾ നശിപ്പിക്കണേ, മറ്റോരെ നശിപ്പിക്കണേ, അങ്ങനത്തെ പ്രാർത്ഥനകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുക. അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഹസൻ ബസരി പറയുന്നത്. ശകാരത്തെ ശകാരം കൊണ്ടും അപവാദത്തെ അപവാദം കൊണ്ടും നേരിടാവതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് നമ്മളോട് ഒരാൾ ശകാരിച്ചാൽ അതേ മട്ടിൽ അങ്ങോട്ട് ശകാരിക്കുക എന്നൊന്നും അങ്ങനെയൊന്നുമല്ല അതിനെ നേരിടേണ്ടത്. അതായത് ഏറ്റവും നന്നായിട്ടാണ് നമ്മൾ അതിനെ നേരിടേണ്ടത് എന്നാണ്. അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. വാസ്തവത്തിൽ അങ്ങനെ ഒരു അവകാശം എന്നുള്ളതൊരു നിയമം നിലക്ക് ഉണ്ടാവും. പക്ഷേ അതൊന്നുമല്ല മുസ്ലിമീങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അങ്ങനത്തെ ഒരു കൾച്ചറല്ല എന്നാണ്. മർദ്ദിതനാണെങ്കിലും അയാളുടെ അവകാശം നേടിയെടുക്കേണ്ടത് അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിലൂടെ ആയിരിക്കണം. മർദ്ദിതനാന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ പറ്റില്ല എന്ന്. അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിലൂടെ നിന്നിട്ട് വേണം അത് ചെയ്യാൻ. അത് ചെയ്യുമ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും, ചിലപ്പോൾ അത് കിട്ടില്ല എന്നൊക്കെ. അതാണ് അയാളുടെ പ്രശ്നം. അത് അയാളിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാത്തതിൻ്റെ കുറവാണ് ആ സംഭവം. നമുക്ക് നമ്മളുടെ ഐഡിയ ഒക്കെ വന്നിട്ട് അത് ശരിയാവുമെന്ന് തോന്നൽ. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നാണ്. മർദ്ദിതനാണെന്ന് വെച്ചിട്ട് അതിരുവിടാനൊന്നും പാടില്ല. അക്രമം തടയാൻ പരസ്പരം സഹായിക്കുക എന്നത് ഇസ്ലാമിക ഐഡിയോളജിയിലൊന്നാണ്. അതായത് അക്രമം തടയാൻ ബാക്കിയുള്ളവർ പരസ്പരം സഹായിക്കുക ആയിരിക്കണം. അതായത് നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ഖായിമൻ ബിൽ ഖിസ്ത് എന്നൊക്കെ നേരത്തെ പറഞ്ഞ അതിൻ്റെ സംഭവം. തൊബറാനി ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഖുദു അല ഐദി സുഫഹാക്കും, നിങ്ങളുള്ള വിഡ്ഢികളുടെ കൈകളെ നിങ്ങൾ പിടിക്കണം. അതായത് അക്രമിയുടെ കൈ നിങ്ങൾ പിടിക്കണം. അത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. എന്നാൽ അക്രമികളോടുള്ള വിട്ടുവീഴ്ച തന്നെ, അക്രമികളോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അക്രമാവുന്ന അവസ്ഥയുമുണ്ട്. അതായത് അക്രമികളോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അയാൾ അതിൽ അങ്ങ് വ്യാപരിക്കുന്ന അവസ്ഥയാണെങ്കിൽ തീർച്ചയായും ആ അക്രമിയെ ബലം പ്രയോഗിച്ച് തന്നെ തടയേണ്ടതുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയാണ്, ഉൻസുർ അഹാക്ക വാലിമൻ ഔ മദ്ലൂമൻ. അപ്പോൾ സഹാബാക്കൾ ചോദിക്കുക, നിൻ്റെ സഹോദരനെ ആയിട്ടാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനായിട്ടാണെങ്കിലും അവനെ നീ സഹായിക്കണം. അപ്പോൾ അവർ സഹാബാക്കൾ ചോദിക്കുക, ഹാദാ നൻസുറുഹു മദ്ലൂമൻ കൈഫ നൻസുറുഹു വാലിമൻ. അതായത് ആക്രമിക്കപ്പെട്ടവരാണെങ്കിൽ അവനെ സഹായിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം, പക്ഷേ വാലിമ അക്രമിയാവുമ്പോൾ എങ്ങനെ ഞങ്ങൾ അവരെ സഹായിക്കാമെന്ന്. അപ്പോൾ റസൂല് പറയാം, അവൻ്റെ ആ അക്രമത്തിൽ നിന്ന് അവനെ തടയുക, അതാണ് അവനെ സഹായിക്കൽ എന്നാണ്. നമ്മൾ ഈ ഹദ്ദ് എന്ന് പറയുന്ന നമ്മുടെ ശിക്ഷ ഉണ്ട്, ഇപ്പോൾ കൈവെട്ടുക, എറിഞ്ഞുകൊല്ലുക, അതൊക്കെ ഹദ്ദാണ്. മറ്റൊരു ശിക്ഷ ഉണ്ട്, കൃത്യമായി നിർണിതമല്ലാത്ത ശിക്ഷകൾ, അതിന് തഅസീർ എന്നാണ് പറയാം. ഈ കുറ്റവാളിയെ സഹായിക്കുക എന്നാണ് തഅസീർ. അസ്സറൂഹു വനസറൂഹു എന്നൊക്കെ കേട്ടില്ലേ ഖുർആനിൽ? ഈ അസ്സ എന്ന് പറഞ്ഞാൽ അതാണ് സഹായിക്കുക. അതുതന്നെയാണ് ഈ ഹദീസിൻ്റെ പൊരുൾ. അതായത് ഒരു കുറ്റവാളിയെ നമ്മൾ ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അയാളെ ആ കുറ്റം ഇനി തുടർന്നു കൊണ്ടുപോകുന്നതിൽ നിന്നും അയാളെ സഹായിക്കുകയാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഈ ളാലിമിനെയും നമ്മൾ സഹായിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കുറ്റവാളികളാണെന്ന് സംശയിക്കുന്ന ആളുകളെ പരസ്യപ്പെടുത്താൻ പാടില്ല. ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ കോടതിയും ഗവൺമെൻറ്റും ഒന്നും അല്ലെങ്കിൽ വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാൾ ഇന്ന ആൾ കുറ്റവാളിയാണ് എന്ന് സംശയം പറയുമ്പോഴത്തേക്ക് അയാളിനെ പ്രചരിപ്പിക്കാൻ പാടില്ല. അത് നമ്മൾ വ്യക്തികൾ തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അയാൾ നിരപരാധിയാണെങ്കിൽ അയാളുടെ എന്തൊക്കെയാണ് നമ്മൾ തകർക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ നമ്മളെ കണ്ടല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നത്തിനൊക്കെ പിടിച്ചാൽ പിന്നെ അയാൾ തീവ്രവാദി, എല്ലാവരും ആ പേരിൽ പിടിക്കുക. അതൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേന് അയാളുടെ കുടുംബം, അയാളുടെ സമൂഹത്തിലെ ബന്ധങ്ങളൊക്കെ ആകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ടാകും. അതൊക്കെ വിശ്വാസികളായ ഈ മുസ്ലിമീങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. മുസ്ലിമീങ്ങളിൽ നിന്നൊരാൾ മുസ്ലിമീങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുക. മറ്റുള്ളവർ എതിരാളികൾ പറയുമ്പോഴല്ല. എതിരാളികൾ പറയുമ്പോൾ അത് അയാൾ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അയാളാകെ മാനസികമായി ആകെ തരിപ്പണമാകും. അപ്പോൾ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ കുറ്റവാളിയാവുള്ളൂ. സംശയത്തിൻ്റെ പേരിൽ ആരെയും കുറ്റവാളി എന്നൊന്നും വിളിക്കാൻ പാടില്ല. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതി എന്താ പറഞ്ഞാൽ, കുറ്റങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ ആ കുറ്റങ്ങൾ ചെയ്യുന്ന ഇന്ന ആളുകൾ എന്നേ പറയൂ. ഇന്ന ആൾ എന്ന് പറയില്ല, വ്യക്തികളെ എടുത്ത് പറയില്ല. ഇന്ന കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർക്ക് കിട്ടാൻ പോകുന്ന അതേ പറയുള്ളൂ. അല്ലാതെ ഒരു ആളുകളെ ചൂണ്ടിയിട്ടുള്ള വർത്തമാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല. അപ്പം നമ്മളും ബോധവൽക്കരിക്കുമ്പോൾ അങ്ങനെയുള്ള സ്വഭാവങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ്. അതൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി ഇവരുടെ തന്ത്രങ്ങൾ, ഇവരുടെ തന്ത്രങ്ങളിൽ പെട്ടതാണ് കേട്ടോ. ഈ മുസ്ലിമീങ്ങൾക്കെതിരെ നിൽക്കുന്നവരുടെ തന്ത്രങ്ങളിൽ പെടുന്ന സംഭവങ്ങളാണ്. അത് തന്ത്രങ്ങളാണെന്ന് ഇപ്പോൾ നമുക്ക് കുറേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലായില്ലേ. കാരണം അത് ഈ മുസ്ലിമീങ്ങളെ കുറിച്ചിട്ട് ഈ പ്രചരിപ്പിക്കുന്നത് ഈ പ്രചരിപ്പിക്കുക, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുക. അത് കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ നല്ല സാഹചര്യം അപ്പോൾ നമ്മുടെ മുന്നിൽ ഉള്ളത്. കാരണം നമ്മുടെ നാട്ടിലും നമ്മളുടെ പ്രദേശത്തും നമ്മളുടെ വാർഡിൽ പോലും അതേ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഈ എന്താണെന്നും എങ്ങനെ അത് പ്രചരിപ്പിക്കുന്നത് എന്നും അതുകൊണ്ടുണ്ടാവുന്ന വിഷയങ്ങൾ എന്തൊക്കെയെന്നൊക്കെ. അപ്പോൾ അവരുടെ ഓരോ തന്ത്രങ്ങളെയും ഇവർക്ക് അള്ളാഹു ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുക. അതിൽ പെട്ടതാണ് ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹ്, അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകന്മാരെയും വേർതിരിക്കുക. ഇത് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് വേദക്കാർ എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൻ്റെയും നേരെ മുന്നിലുള്ള സമൂഹം എന്ന് പറയുന്നത് യഹൂദനാണ്. കുറച്ച് അപ്പുറത്ത് നജ്റാനിലൊക്കെ ക്രിസ്ത്യാനികൾ ധാരാളം ഉണ്ടെങ്കിലും നേരിട്ട് ഇവർ സംവദിക്കുന്നതും ഇവർ ആത്മബന്ധം പുലർത്തുന്നതും സഖ്യകക്ഷികളൊക്കെ മുമ്പേ ആയിരുന്നവരൊക്കെ ഈ മുസ്ലിമീങ്ങളുമായിട്ട് ഈ യഹൂദരാണ്. അപ്പോൾ ഇവരുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ചില സംഭവങ്ങളാണ്. നിങ്ങൾ അംഗീകരിക്കുന്ന അള്ളാഹുവിനെ തന്നെയല്ലേ ഞങ്ങളും അംഗീകരിക്കുന്നത്, നിങ്ങൾ അംഗീകരിക്കുന്ന മൂസാനെ തന്നെയല്ലേ ഞങ്ങളും അംഗീകരിക്കുന്നത്,
ഞങ്ങളുടെ പ്രവാചകന്മാരനൊക്കെ നിങ്ങളും അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ലെങ്കിൽ 2 പ്രവാചകനൊക്കെ അല്ലേ ഈ വ്യത്യാസമുള്ളൂ. അതിപ്പോൾ ഇത്ര വലിയൊരു വിഷയമാണോ എന്നുള്ള ഈ ഒരു സന്ദേഹം, അതായത് റിസാലത്ത് എന്താണ്, അള്ളാഹുവിലുള്ള വിശ്വാസം എന്താണെന്നൊന്നും കൃത്യമായി വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഈ ആളുകളെ ഇതിൽ നിന്ന് യറുദ്ദൂക്കും ബഅദ ഈമാനിക്കും, എങ്ങനെയെങ്കിലും ഇവരുടെ ഈ വിശ്വാസത്തിൽ നിന്ന് ഇവരെ വ്യതിചലിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ മുന്നോട്ട് വെക്കുന്ന ചില സന്ദേഹങ്ങളാണ്, ചില ചോദ്യങ്ങളാണ്. അപ്പോൾ അതിപ്പോൾ തന്നെയാണല്ലോ ഈ കണ്ട ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ടായിട്ട് അതിലിപ്പോൾ 1 2 എണ്ണത്തിനെ വിശ്വസിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെങ്ങനെ മുസ്ലിമീങ്ങളല്ലാതാവും, മുസ്ലിമീങ്ങളല്ലാതാവും. ആ ചോദ്യങ്ങളൊക്കെ ഇവരുടെ ഉള്ളിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതിൻ്റെ സംഭവം പറയാം. അതൊക്കെ അവർ ചെയ്യണം എന്താ, യുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറുസുലി, അള്ളാഹുവിൻ്റെയും അവരുടെ പ്രവാചകന്മാരുടെയും ഇടയ്ക്ക് അവർ വ്യത്യാസം കൽപ്പിക്കുന്നു. കാരണം ഈ വിശ്വാസം എന്ന് പറയുന്നത് സമഗ്രമാണ് എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹ് ഉണ്ട് അല്ലെങ്കിൽ റസൂലും നബിമാരുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടൊന്നും ഈ പറയുന്ന അള്ളാഹ് മുന്നോട്ട് വെക്കുന്ന ഈ വിശ്വാസം ആവുകയില്ല. അതെന്ന് പറഞ്ഞാൽ അത് സമഗ്രമാണ്. അതിന് യാതൊരു എന്തൊക്കെയാണോ അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞത്, എങ്ങനെ വിശ്വസിക്കാൻ പറഞ്ഞോ അതേപോലെ തന്നെ അത് കൃത്യമായും വിശ്വസിക്കണം. അതിൽ പ്രവാചകന്മാർ, റിസാലത്ത് എന്ന് പറയുന്നത് ആദം അലൈഹിസ്സലാം മുതലുള്ള ഒരു ശൃംഖലയാണ്. ആ ശൃംഖലയിൽ ഏതെങ്കിലും ഒരു കണ്ണി പൊട്ടിച്ചാൽ ആ ശൃംഖലയുമായുള്ള ബന്ധം വേർപെട്ടു. അങ്ങനെ പൊട്ടിച്ചാണ് ഈ മതങ്ങളൊക്കെ ഉണ്ടായത്. ഓരോ നബിമാരും വരുമ്പോഴും അവർ ഞങ്ങളുടെ നബിമാണ്, അപ്പോൾ അടുത്ത് വരുന്ന ആ നബിയെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതൊരു മതമായി. അങ്ങനെയാണ് ഈ മതങ്ങൾ. ദാവൂദ് നബിയുടെ മതമുണ്ട്, മൂസാ നബിയുടെ മതമുണ്ട്, ഈസാ നബിയുടെ മതമുണ്ട്, ഓരോരുത്തർക്കും ഓരോ മതങ്ങളുണ്ട്. യഹ്യാ നബിയുടെ മതമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും മതങ്ങളുണ്ട്. ഈ മതങ്ങളൊക്കെ എന്താ വെച്ചാൽ ഈ റിസാലത്തിൻ്റെ ഈ ശൃംഖലയെ, ഈ കണ്ണിയെ പൊട്ടിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അത് ഏത് കാലത്തും അത് നടന്നിട്ടുണ്ട്. ആ പരിപാടി തന്നെയാണ് നിങ്ങൾക്കിടയിലും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ. പക്ഷേ അത് അള്ളാഹു അംഗീകരിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ സംഭവം. അതാണ് ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസൂലി, ഈ റസൂലിൻ്റെയും അള്ളാഹുവും പ്രവാചകന്മാരുടെയും അള്ളാഹുവിൻ്റെയും ഇടക്ക് ഒരു വ്യത്യാസം കൽപ്പിക്കുന്നത് അവർ കാഫിരീങ്ങളാണെന്നാണ്. അവരെ സ്വന്തം എന്ത് പേരിൽ വിളിച്ചാലും അവർ കാഫിരീങ്ങളാണ്. അവർ യുരീദൂന ഐ യുഫർരിഖൂ ബൈനല്ലാഹി വറസൂലി, അള്ളാഹുവിൻ്റെയും റസൂലുമാരുടെയും ഇടക്ക് അവർ വേർതിരിവുണ്ടാക്കുന്നു. വയക്കൂനൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദിൻ, ചിലതിനെ ഞങ്ങൾ അംഗീകരിക്കും, ചിലതിനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ഇത് അവിടെ മാത്രമല്ല, ഇത് ഇസ്ലാം വന്നതിന് ശേഷം പിന്നെ ഉണ്ടായി, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മുഅ്തസില് അല്ലെങ്കിൽ ഖവാരിജുകൾ, ഇങ്ങനെയൊക്കെ ധാരാളം സംഘങ്ങൾ ഇതിലുണ്ടായി. ചിലർ പറയും നമ്മൾ ഖുർആൻ അംഗീകരിക്കും, ചിലർ പറയും ഹദീസുകളെ അംഗീകരിക്കില്ല. ഇപ്പോൾ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ ഹദീസുകളെ ഞങ്ങൾ അംഗീകരിക്കില്ല, ഖുർആനിനെ ഞങ്ങൾ അംഗീകരിക്കും. കാരണം ഖുർആൻ ഞങ്ങളുടെ മടിയിലേക്ക് ഇങ്ങനെ ഇട്ട് തന്ന പോലെയാണ് അവർ പറയണത്. ഹദീസുകളെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ ഹദീസ് വന്ന വഴിയിലൂടെ തന്നെയല്ലേ ഈ ഖുർആനും വരുന്നത്, വേറെ എങ്ങനെയാണ് വരുന്നത്? പക്ഷെ ഇതിലിടക്ക് വേറെ വഴികളുണ്ടാക്കുകയാണ്. ആ വഴികളൊക്കെ ഇപ്പോഴും മുസ്ലിമീങ്ങളിൽ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും അത് ശരി തന്നെയല്ലേ, ഖുർആൻ അവർ അംഗീകരിക്കുമല്ലോ, ഹദീസുകളല്ലേ അംഗീകരിക്കാത്തത്, അതിലിപ്പോൾ ഇത്ര വലിയ കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അള്ളാഹു പറയുന്നത് അങ്ങനെയല്ല. വയുരീദൂന അൻ യത്തഖിദൂ ബൈന ദാലിക സബീല, ഇതിൻ്റെ ഇടക്ക്, ഈ രണ്ടിനും ഇടക്ക്, അതായത് കുഫർ അതിൻ്റെ ഇടക്ക് ഒരു സാധനം കൂടി അങ്ങോട്ട് കുത്തിക്കയറ്റുക എന്നുള്ള സംഭവമാണ് ഇവരിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുവഴി അവർക്ക് പിന്നെ അവർ ഉദ്ദേശിച്ചിടത്തേക്ക് കൊണ്ടാകാൻ പറ്റും. എന്നാൽ അള്ളാഹ് ഖണ്ഡിതമായിട്ട് പറയാണ്, അങ്ങനെ ഏതെങ്കിലും നിലയ്ക്ക് ഏത് വ്യത്യാസം ഈ ദീനിൽ ആര് കൽപ്പിച്ചാലും ഉലായിക്കഹുമുൽ കാഫിറൂന ഹഖ, അവർ യഥാർത്ഥത്തിൽ തന്നെ കാഫിറുകളാണ്. യാതൊരു സന്ദേഹത്തിനും ഇടയില്ലാത്ത അവർക്ക് വേറൊരു കാറ്റഗറി ഒന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് ഏത് നബീനെ ആര് എവിടെ എത്ര കുറച്ച് അംഗീകരിച്ചാലും അത് കാഫിരീങ്ങൾ തന്നെയാണ്. അവർ വേദക്കാരെന്നോ മുശ്രിക്കീങ്ങളെന്നോ ഏത് പേരിൽ അറിയപ്പെട്ടാലും അവർ കാഫിരീങ്ങൾ തന്നെയാണ്, യാതൊരു സന്ദേഹവുമില്ല. അവരെ തിരിച്ചറിയാൻ വേണ്ടി പല പേരുകളിലൊക്കെ വിളിക്കുമെങ്കിലും സംഗതി ഒന്ന് തന്നെയാണ്.
വാത്തതിനാലിൽ കാഫിരീന, ആ കാഫിരീങ്ങൾക്ക് വേണ്ടി നാം ഒരുക്കി വെച്ചിട്ടുണ്ട് അദാബൻ മുഹീന, അതിനിന്ദമായ ശിക്ഷ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാഫിരീങ്ങൾക്ക് ഒക്കെ കിട്ടുന്നത് പോലെ തന്നെ ഇവർക്കും കിട്ടും. അതായത് 2 നബിമാരെ ഒഴിച്ചുള്ളവരൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് അതിൽ ഒരു വ്യത്യാസമില്ല എന്നാണ്. വല്ലദീന ആമനു ബില്ലാഹി വറുസുലി, അതിൻ്റെ മറുഭാഗം പറയാം, അള്ളാഹുവിനെയും അവൻ്റെ റസൂലുമാരെയും അംഗീകരിച്ചവർ. വലൻ യുഫർരിഖു ബൈന അഹദിൻ മിൻഹും, ആ ശൃംഖലയിൽ ഒന്നിനെയും അവർ വേർതിരിച്ചില്ല. ഞങ്ങളുടെ നബി ഇത്, മറ്റവരുടെ നബി അത് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യത്യാസം അവർ കൽപ്പിച്ചില്ല. അവർക്ക് എല്ലാവരും അവരുടെ നബിമാരാണ്. അതാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. ഇതൊക്കെ ഖുർആനിൽ വേറെയും വന്നിട്ടുള്ളതാണ്. ഉലായിക, അക്കൂട്ടർ സൗഫ യുഅ്തീഹിം, അവർക്ക് നാം നൽകും ഉജൂറഹും, അവരുടെ പ്രതിഫലം. അവർ ആ രംഗത്ത് എത്രമാത്രമാണോ പണിയെടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക. അതൊക്കെ വ്യത്യാസം ഉണ്ടാവും, എങ്കിൽ പോലും അത് ഉജൂറാണ്. ഇവിടെ ജസാ ഒന്നും ഇങ്ങനത്തെ സ്ഥലത്ത് അള്ളാഹ് ഉപയോഗിക്കില്ല. ജസാ എന്ന് പറഞ്ഞാലും പ്രതിഫലം തന്നെയാണ്. പക്ഷേ ഈ ജസാവും അജ്റൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ജസാ എന്ന് പറഞ്ഞാൽ നരകത്തിനും ഉപയോഗിക്കാം, സ്വർഗത്തിനും ഉപയോഗിക്കാം. പക്ഷേ അജ്ർ നിങ്ങൾ ഖുർആനിൽ എവിടെ കണ്ടാലും അതൊരു പോസിറ്റീവായ അർത്ഥത്തിലേ ഉണ്ടാവുള്ളൂ, നെഗറ്റീവായ ഒരു അർത്ഥത്തിൽ അജ്ർ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവിടെയൊക്കെ പറയുമ്പോൾ ഉജൂറഹും, അവരുടേതായ ആ നല്ല പ്രതിഫലത്തിനാണ് അജ്ർ എന്ന് പറയാം. വക്കാന അല്ലാഹു, നിശ്ചയമായും അള്ളാഹുവാണ് ഗഫൂറുർ റഹീമുമാണ്. അതാണ് ഈ പ്രതിഫലത്തിൻ്റെ കാര്യത്തിലുള്ള ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇത് മോദിയുടെ ഗ്യാരണ്ടി പോലെയല്ല. അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തന്നെ ഗഫൂറും റഹീമുമാണ് എന്നുള്ള ആ ഗ്യാരണ്ടിയാണ് നമുക്കുള്ള ഈ അജ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അവരുടെ തന്ത്രങ്ങളൊക്കെ പിന്നെയും വരിക. യസ്അലുക, അവർ നിന്നോട് ചോദിക്കുന്നു, നിന്നോട് ചോദിക്കുന്നു അഹ്ലുൽ കിതാബി, അഹ്ലു കിതാബ്, ഈ വേദം നൽകപ്പെട്ടവർ, അവർ ചോദിക്കുകയാണ് റസൂലിനോട്, അൻ തുനസ്സല അലൈഹിം കിതാബൻ മിനസ്സമായി, ഉപരിലോകത്തുനിന്ന് ഒരു ഗ്രന്ഥം അവർക്ക് നീ ഇറക്കി കൊടുക്കണം എന്നാണ്. അവർക്ക് ഇറക്കി കൊടുക്കണം. നീ അനക്കിങ്ങനെ ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും അത് ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നീ നബിയാണെന്നൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് തന്നെ നിനക്ക് ഇറങ്ങുന്നത് പോലെ കിതാബ് ഞങ്ങൾക്കും ഇറങ്ങണം. അപ്പോൾ അതിന് മറുപടിയായിട്ട് അള്ളാഹു ഇതൊക്കെ നമ്മൾ സൂറത്തുൽ ബഖറയിൽ വന്ന വിഷയങ്ങളാണ്. സൂറത്തുൽ ബഖറയുടെ 5-ാമത്തെ 55-ാമത്തെ ആയത്ത്, ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഖദ് സഅലു, നിശ്ചയമായും അവർ ചോദിച്ചു മൂസയോട് അക്ബറ മിൻ ദാലിക, അതിനേക്കാൾ വലിയതൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇതിങ്ങനെ പറയുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ റസൂല് എന്ന് പറയുമ്പോൾ ആളുകൾക്കുള്ള ഒരു ധാരണ, സാധാരണ മനുഷ്യർക്കുള്ള ഒരു ധാരണ, അള്ളാഹുവിൻ്റെ ദൂതനായിട്ട് വരികയാണല്ലോ. പിന്നെ ഇപ്പോൾ അവരോട് എന്ത് ചോദിച്ചാലും കാണിച്ചു തരണതിന് എന്താ ഒരു പ്രശ്നം? അങ്ങനെയാണ് ആളുകൾ സാധാരണ ധരിക്കുക. ആ ആളുകളുടെ, വിശ്വാസികളായ ആളുകളുടെ ആ വിശ്വാസത്തിൻ്റെ ദൗർബല്യം മുതലെടുക്കുകയാണ് ഇവർ മുതലെടുക്കുകയാണ്. കാരണം ഇവർക്കിത് അറിയാത്തതല്ല, അവരിത് മുതലെടുക്കുകയാണ്. കാരണം ആളുകൾ അള്ളാഹുവിൻ്റെ ദൂതനല്ലേ, അള്ളാഹുടെ അടുത്ത് നിന്ന് വരികയല്ലേ, പിന്നെന്താ ചോദിച്ചാൽ കൊടുത്താലെന്താ? അപ്പോൾ ഒരു സംഗതി ചോദിച്ചാൽ അത് കിട്ടുന്നില്ല എന്നതിൻ്റെ അർത്ഥം അവർ അള്ളാഹുവിൻ്റെ ദൂതനല്ല എന്ന് വരുത്തി തീർക്കലാണ് ഇവരുടെ ഉദ്ദേശം, അല്ലാതെ ഇവർക്ക് സംശയം ഉണ്ടായിട്ടൊന്നല്ല. അപ്പോൾ അതൊരു തന്ത്രമാണ്. ഇപ്പോഴും ആ തന്ത്രം ഈ ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കറാമത്ത് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെ ഈ സാധാരണ ജനങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്. ചോദിക്കുമ്പോഴത്തേന് അങ്ങോട്ട് കിട്ടുക, ചോദിക്കുമ്പോഴത്തിന് കിട്ടുക, അങ്ങനെ കിട്ടുമ്പോൾ അയാൾ വലിയാണ്, കിട്ടിയില്ലെങ്കിൽ വലിയല്ല. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇതിലും ഒക്കെയുള്ളത്. അപ്പോൾ അത് ആ അറിവുകേട് മുതലെടുക്കുകയാണ് ഈ കൂട്ടർ. അപ്പോൾ അവർ പണ്ടന്നെ അവരുടെ റസൂലിനോട് അവർ മൂസയോട് ചോദിച്ചു. ഈ മൂസാ നബിയോട് ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും റസൂലിൻ്റെ ഒക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഈ ബനു ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മൂസ അലൈഹിസ്സലാം ആണെങ്കിലും ഈസാ അലൈഹിസ്സലാം ആണെങ്കിലും അവരുടെ മാതിരി മുഅ്ജിസത്തുകൾ കാണിച്ചിട്ടുള്ള പ്രവാചകന്മാർ വളരെ റയറാണ്. അങ്ങനെ നമുക്ക് അത്ര കാണാൻ പറ്റില്ല. കാരണം രാജാക്കന്മാരായിരുന്ന പ്രവാചകന്മാർക്കൊക്കെ പലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇത്രമാത്രം കൊടുത്തിട്ടുള്ളത് അത് ഇവർക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ഒരു ഘടനക്കനുസരിച്ചും പിന്നെ അവർ എത്തിപ്പെട്ട ഒരവസ്ഥ. അപ്പോൾ ഈ ഈജിപ്തിൽ അവർ അടിമകളായി കുറേ കാലം. ഈ അടിമത്തം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മനുഷ്യൻ്റെ
ഈ ചിന്താശേഷിയൊക്കെ തന്നെ നശിപ്പിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം മുഅ്ജിസത്തുകൾ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ തന്നെയല്ല, അവരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഒരു ഷടന്മാരുടെ നേച്ചറാണ്. അതായത് ഒന്നും അങ്ങോട്ട് അംഗീകരിക്കാത്ത, അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റാത്ത. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് അവരുടെ ആ സ്വഭാവത്തിനനുസരിച്ചാണ് അവർക്ക് ഇത്രയും കടുത്ത മുഅ്ജിസത്തുകളൊക്കെ ഈ മൂസാ നബിക്കൊക്കെ ധാരാളം കൊടുത്തത്. അങ്ങനെ കൊടുത്ത ആ മൂസാ നബിയോട് പോലും അവരിത് എപ്പോഴാണ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഈജിപ്തിൽ നിന്നൊക്കെ അവരുടെ ആ മൂസാ നബി അവരെ ആ ചെങ്കടലൊക്കെ പിളർന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് അവരുടെ ഒരു ഭാഗത്ത് താമസിപ്പിച്ച് മൂസാ നബി അലൈഹിസ്സലാം ആ 40 നോമ്പൊക്കെ ആക്കിയിട്ട് പിന്നെ തൗറാത്ത് മേടിക്കാൻ പോകുന്നുണ്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഈ പോകുമ്പോൾ കുറേ ആൾക്കാരും കൊണ്ടുണ്ട്, 70 ആ പ്രമാണിമാരെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ഈ മല കയറിയിട്ട് പോകുന്നത്. അങ്ങനെ മൂസാ നബി ആ തൗറാത്തൊക്കെ ആയിട്ട് വന്നപ്പോൾ ഈ കൂട്ടർ പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ, അങ്ങനെ ഈ പോയിട്ട് അങ്ങോട്ട് കൊടുന്നാലൊന്നും പോയിട്ട് ഞങ്ങൾക്ക് ഈ അള്ളാനെ കാണണമെന്ന്. ആരോടാ ഈ പറയണത്? റസൂല് പോലത്തെ മാത്രമല്ല, ഈ ചെങ്കടൽ പിളർത്തിയിട്ട് കൊണ്ടുപോവുക എന്നൊക്കെ അത് നേരിൽ കണ്ട ആളുകളാണ്, നേരിൽ കണ്ട ആളുകളാണ്, ഒരു തലമുറ കഴിഞ്ഞിട്ടൊന്നല്ല. അത്രയും ഗംഭീര മോചിതത്തുകൾ ഈജിപ്തിനകത്ത് വെച്ച് തന്നെ ധാരാളം, എത്രയോ എണ്ണമറ്റ മോചിതത്തുകളൊക്കെ കഴിഞ്ഞ് ആ ഫറോവനെയും സൈന്യത്തെയും മുക്കിക്കൊന്ന ആ മോചിതത്ത് കണ്ട് ആ കണ്ട ആളുകളാണ് ഇനി അള്ളാഹുവിനെ പരസ്യമായിട്ട് കാണണം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇത് പുറപ്പാട് പുസ്തകത്തിലൊക്കെ ഇതിൻ്റെ വർത്തമാനമുണ്ട്. അവർ പറയുന്നത് ഈ ആളുകളൊക്കെ അള്ളാനെ കണ്ടു എന്നാണ്. ഈ ആളുകളൊക്കെ അള്ളാനെ കണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ആ ബൈബിളിൽ തന്നെ പറയുന്നത് മൂസാ നബി അള്ളാനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ കാണാൻ പറ്റില്ല എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ്, അത്രയും ധിക്കാരികളായിട്ടുള്ള ഈ സമൂഹമാണ് ഇവർ എന്ന്, ഇവരാരാണെന്ന് ശരിക്കും റസൂലിന് അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുക, റസൂലിനും ഈ മുസ്ലിം സമൂഹത്തിനും. കാരണം ഇവർ അള്ളാഹു ധാരാളം മുഅ്ജിസത്ത് കൊടുത്തു, ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തു, എന്തൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കൊടുന്ന സമൂഹമാണ് ആ സമൂഹം. എന്നിട്ട് പോലും ആ കൺമുൻപിൽ വെച്ച് പോലും അങ്ങനത്തെ ആവശ്യങ്ങൾ ഉന്നയിച്ച ആ സമൂഹം, അതുകൊണ്ട് തന്നെ ഇവർ ശപിക്കപ്പെട്ട സമൂഹമാണ്. ഇവർ ശപിക്കപ്പെട്ട സമൂഹം. ഈ ശപിക്കപ്പെട്ട സമൂഹമാണെന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, സാധാരണഗതിയിലൊന്നും ഒരു പ്രവാചകത്വമൊന്നും ഇനി ഇവർ അംഗീകരിക്കാൻ പോകുന്നില്ല. അത് അസാധാരണമായി അള്ളാഹുവുമായി വല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തെറ്റിത്തെറിച്ചൊക്കെ ഉണ്ടാകുക എന്നല്ലാതെ ഒരു സമൂഹം എന്നുള്ള നിലക്കൊന്നും സാധാരണ മനുഷ്യ സമൂഹത്തിന് അള്ളാഹു കൊടുക്കുന്ന ഈ റിസാലത്ത് കൊണ്ടൊന്നും ഇവരിനി ശരിയാവാൻ പോകുന്നില്ല. അത് ശരിക്കും മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പാണ് അവരെ സംബന്ധിച്ച്. അപ്പോൾ അവരുടെ ആ ചെയ്തികളൊക്കെ എടുത്തു പറയാം. ഫഖദ് സഅലു മൂസ അക്ബറ മിൻ ദാലിക ഫഖാലു അരിനല്ലാഹ ജഹ്റത്തൻ, ഞങ്ങൾക്ക് അള്ളാഹുവിനുമായി പരസ്യമായി കാണിച്ചു തരണം. ഫഅഖദ്തുഹുമുസ് സായിഖത്തു ബിൽ ദുൽമിഹിം, അങ്ങനെയാണ് അവർക്ക് ആ ഘോരമായ ഒരു ശബ്ദമുണ്ടായി, അവരൊക്കെ ആ പോയ ആളുകളൊക്കെ മരിച്ചു വീണു എന്നാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വേണ്ടി പിന്നെ ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമാണ് പിന്നെയും അവർ പുനർജന്മം അവർക്കുണ്ടായത്. അതും കഴിഞ്ഞിട്ട് സുമ്മത്തഖദുൽ ഇജ്ല മിൻ ബഅദി മാ ജാഅതുഹുമുൽ വഹി, ഇതൊക്കെ കഴിഞ്ഞിട്ട് പോലും അവർ പിന്നെ പശുക്കുട്ടിയെ ആരാധിച്ചു. ഈ സമൂഹം തന്നെ, ഈ മൂസാ നബി ജീവിച്ചിരിക്കുന്ന ഈ സമൂഹം തന്നെ ചെയ്തതാണ്. ഇതൊക്കെ ചെയ്ത ആളുകളാണ് അവർ. ഇതൊക്കെ അവരുടെ തന്നെ ചരിത്രത്തിലുള്ളതാണ്. റസൂല് വന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അവരെ പറ്റി ഇല്ലാത്ത പറഞ്ഞു വരുത്തുന്നതല്ല, റസൂല് വന്നിട്ട് പറഞ്ഞു വരുത്തുന്നതല്ല. ഇതൊക്കെ അവരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ ഉള്ള സംഭവമാണ് അള്ളാഹു ഈ അവർക്ക് മുന്നിലേക്ക് എടുത്തുന്നത്. ഫഅഫൗന അൻ ദാലിക, അതും എന്നിട്ട് അത്രയും ഗംഭീരമായ സംഭവങ്ങളുണ്ടായിട്ടും അത് അള്ളാഹു പുറത്തു കൊടുത്തു. അത് അവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന് പറ്റാത്തത് കൊണ്ടോ അവരെന്തോ വലിയ സംഭവമായതുകൊണ്ടൊന്നല്ല. ആതൈന മൂസ സുൽത്താനം മുബീന, അവർക്ക് മേൽ കൃത്യമായ സുൽത്താൻ എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കുള്ള പ്രമാണപരമായ അധികാരമുണ്ട്, മറ്റേ നിലക്ക് ഭരണപരമായ അധികാരമുണ്ട്, തെളിവുപരമായ അധികാരമുണ്ട്. എല്ലാ നിലക്കും മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു എല്ലാ അധികാരവും അവർക്ക് മേൽ കൊടുത്ത ആ സമൂഹമാണ്. മൂസാ നബി അവർക്കെതിരെ വിചാരിച്ചിരുന്നെങ്കിൽ പോലും അവർ നശിപ്പിച്ച് കളയാൻ അള്ളാഹു സുൽത്താൻ മൂസാ നബിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ മൂസാ നബി അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചിട്ട് പോലും ഇങ്ങനത്തെ സമൂഹമാണെന്നാണ്.
വറഫഅനാ ഫൗഖഹുമു തൂറ, തൂറിനെ അവർക്കുമേൽ നാം ഉയർത്തി. അതായത് ഈ കരാറ് ആയിട്ട് ഉണ്ടാകുമ്പോൾ അവർ ഇതൊക്കെ അംഗീകരിക്കുമെന്നുള്ള കരാറിൻ്റെ അവസ്ഥയിൽ തൂറ് എന്ന പർവ്വതത്തെ അവർക്കുമേൽ ഉയർത്തിപ്പിടിച്ചു എന്നാണ്. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല. പക്ഷെ അവരെ, കാരണം സാധാരണഗതിയിലൊന്നും ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ അലിയാത്ത ഇവർ ഭീഷണിക്ക് വഴങ്ങുള്ളൂ എന്നുള്ളതാണ്. അത് മൂസാ നബിയുടെ ആവശ്യപ്രകാരമായിരിക്കും അള്ളാഹു അത് ചെയ്തിട്ടുണ്ടാവുക. ബിമീസാക്കിഹിം, അവരുടെ ആ കരാറിൻ്റെ ബലത്തിന് വേണ്ടി അവർക്കുമേൽ ഭീഷണിയുടേതായ ഒരു സംഭവം കൂടി അള്ളാഹു സൃഷ്ടിച്ചു. അതൊക്കെ അള്ളാഹു ഇവരോട് ചെയ്ത നിഅമത്തുകളാണ്. കാരണം ഇത് ഇവർ പാലിക്കുകയാണെങ്കിൽ ആർക്കാ മെച്ചം? അവർക്ക് തന്നെ. അള്ളാഹുവിനെന്താ? വഖുൽന, എന്നിട്ട് നാം പറഞ്ഞു, ലഹും അവരോട്, ഉദ്ഖുലുൽ ബാബ സുജ്ജദൻ. ഇതൊക്കെ ഖുർആനിൽ വേറെ വന്നതാ. വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖത്തായാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിൽ വരുന്നുണ്ട്. അതായത് ഒരു പട്ടണത്തിലേക്ക് അവരോട് പ്രവേശിക്കാൻ പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞതാണ് ആ ഹിത്ത എന്ന് പറഞ്ഞ് ഉച്ചരിക്കണമെന്ന്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, ഹിത്ത എന്ന് പറയുമ്പോൾ ഹെത്തത്ത എന്നൊക്കെ പറയുന്നത് ശരിക്ക് ഈഗോകളെ ഇറക്കി വെക്കുകയാണ്. ഈഗോ, നമ്മൾ ഫറോവനെ തോൽപ്പിച്ച് വരുന്നവരാണ്, ഞങ്ങൾ ഇവിടുത്തേരാണ്, ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയവരാണ്, ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ് എന്നൊക്കെ പറയുന്ന ഈഗോ, ആ അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ. അഹങ്കാരം അതന്നെ ഇപ്പം നമ്മൾ കാണുന്ന ഈ സാധനങ്ങൾ തന്നെ. ഈ അഹങ്കാരങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് പോണമെന്ന്, അതായത് അള്ളാഹുവിൻ്റെ വിനീതരായ ദാസന്മാരായിട്ടാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത് എന്ന് അവരോട് പറഞ്ഞു. പക്ഷെ അവരതൊന്നും ചെയ്തില്ല എന്നുള്ള. വഖുൽ നദ്ഖുലുൽ ബാബ സുജ്ജദൻ, അത് അവരോട് പറഞ്ഞു. അവരൊരിക്കലും അതാകെ മാറ്റിമറിച്ചു. അങ്ങനെ ആയി. അതുകൊണ്ടൊരു പേരിലാണ് പിന്നെ അവർക്ക് ഫലസ്തീനിലേക്കൊന്നും കയറി ചെല്ലാൻ പറ്റാതെയായത്. വഖുൽനാ ലഹും, അവരോട് നാം പറഞ്ഞു, ലാ തഅദൂ ഫിസ് സബ്തി, ഈ ശനിയാഴ്ചകൾ നിങ്ങൾ അതിന് അള്ളാഹു നിങ്ങൾക്ക് വെച്ച ആ അതിരുകളൊന്നും നിങ്ങൾ ലംഘിക്കരുത്. അത് ലംഘിച്ചപ്പോഴാണ് പിന്നെ അവർ കുരങ്ങന്മാരും ഒക്കെ ആയി മാറിയത്. അപ്പം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ ധാരാളം ഉണ്ടാക്കിയതാണ്. മുമ്പേ കഴിഞ്ഞു പോയ ആളുകളാണ്. അവർക്കൊന്നും ഇപ്പോൾ ഈ റസൂലി വന്ന് പറഞ്ഞതൊന്നും അവർ അംഗീകരിക്കാൻ പോകുന്നില്ല. അത് റസൂലിന് അവരുടെ വല്ല പ്രതീക്ഷയുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഒഴിവാക്കിക്കൊള്ളാണ്. നിങ്ങൾ നിങ്ങളുടെ പാട്ടിൽ പോയിക്കൊള്ളുക എന്നുള്ളതാണ്. അവരുടെ ഈ സംഭവങ്ങളൊക്കെ അതിൻ്റെ മുന്നറിയിപ്പുകൾ. അവരിനി ലോകത്ത് ചെയ്യാൻ പോകുന്നതും ഇതൊക്കെ തന്നെയാണ്. അവർക്ക് ശരിക്കും മുസ്ലിമീങ്ങൾക്ക് എല്ലാം ഈ ഖുർആനിനെ നമ്മൾ ഫോളോ ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് വാസ്തവത്തിൽ ഒന്നും പേടിക്കാനില്ല. അതാണ് നിങ്ങൾക്കുമേൽ ഞാൻ ഈ കാഫിര്യങ്ങൾക്ക് ഒരു വഴിയും വെച്ചിട്ടില്ല എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ച് ഇത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മേൽ വിജയിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അള്ളാഹു വെച്ചിട്ടില്ല. അള്ളാഹു നമ്മൾ വിജയിക്കും, നമ്മൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ എവിടെയൊക്കെ ഇപ്പം റസൂലിൻ്റെ ചരിത്രത്തിൽ നമ്മൾ എടുത്താൽ എന്തുകൊണ്ടാണ് ഉഹദിൽ അവർ തോറ്റത്? ഇത് ഫോളോ ഇല്ലാണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ അംഗീകരിച്ചതിൽ കുറവ് തന്നെ. അത് തന്നെയാണ് ഹുനൈനിലും സംഭവിച്ചത്. അവരുടെ ആ അള്ളാഹുവിൻ്റെ തവക്കുൽ പോയിട്ട് അവരുടെ എണ്ണത്തിലുള്ള തവക്കുലായി. അങ്ങനെ എവിടെ നമ്മൾ ഈ മുസ്ലിം ചരിത്രം എടുത്തു നോക്കിയാലും ഈ ഖുർആനിൽ നിന്ന്, ഇതിൻ്റെ ആ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴല്ലാതെ കാഫിരീങ്ങൾക്ക് അവരുടെ മേൽ ഒരു വഴി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് വാസ്തവത്തിൽ ഈ മുസ്ലിമീങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സംഭവം. നമ്മൾ ഇത് ഒക്കെ ഖുർആനും റസൂലിനെയും ഒക്കെ മാറ്റിവെച്ച് നമ്മളുടേതായ ഒരു ദീനുണ്ടാക്കിയിട്ട് അതിലിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പരാജയമല്ലാതെ ഒന്നും വരില്ല. എല്ലാത്തിനും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇപ്പോൾ കാഫിരീങ്ങളുടെ ആ സ്ട്രാറ്റജി കൃത്യമായി ഫോളോ ചെയ്യുമ്പോൾ, ഈ മുസ്ലിമീങ്ങൾ അവരുടെ സ്ട്രാറ്റജി കൃത്യമായി ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ വിജയം അവർക്കാവുക എന്നുള്ളത് അനിവാര്യമാണ്. അത് അനിവാര്യമാണ്. അവരത് അത്രത്തോളം നന്നായി ചെയ്യുന്നോ അത്രത്തോളം അവർക്ക് വിജയം ഉണ്ടാവും. നമ്മളിത് എത്രത്തോളം പിന്തുടരാതിരിക്കുന്നോ അത്രത്തോളം പരാജയവും നമുക്ക് ഉണ്ടാവും. പിന്നെ അള്ളാഹുവിൻ്റെ വേറെ ചില ഇടപെടലുകളുടെ ഒക്കെ ഭാഗമായിട്ട് വലൗലാ ദഫ്ഉല്ലാഹിന്നാസ ബഅദുഹും ലിബഅദ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മളങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് എന്നേ ഇതിലുള്ളൂ. നമുക്ക് കൃത്യമായൊരു ലക്ഷ്യമോ ഒരു ലക്ഷ്യബോധമോ ഒരു പദ്ധതിയോ പരിപാടിയോ ഒന്നുമില്ല. നമുക്ക് ആകെയുള്ളത് എന്താ ചോദിച്ചാൽ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒന്നും ആവാനും പോകുന്നില്ല.
അതൊക്കെ നമ്മൾ ഈ വാസ്തവത്തിൽ ഈ ഖുർആനിൽ നിന്നും അള്ളാഹുവിൻ്റെ ഈ റസൂലുമാരുടെ ഈ പാഠങ്ങളിൽ നിന്നും നമ്മൾ അകന്നു പോയതിൻ്റെ ലക്ഷണങ്ങളാണ്. അതിലേക്ക് തിരിച്ചു വരാതെ ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു ഉമ്മത്ത് ഇനി ഉണ്ടായിത്തീരുക അസാധ്യമാണ്. നമ്മൾ ഒറ്റപ്പെട്ട അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. അത് അയാൾക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ചിലപ്പോൾ പറ്റുമായിരിക്കുമെങ്കിലും ഒരു സമൂഹം എന്നുള്ള നിലക്ക് നമുക്ക് അത് രക്ഷപ്പെടാനും ലോകത്തെ രക്ഷപ്പെടുത്താനും വേറെ മാർഗങ്ങളൊന്നും നമ്മളുടെ മുന്നിലില്ല. അഹദിന നാം സ്വീകരിച്ചു മിൻഹും അവരിൽ നിന്ന് മീസാക്കൻ ഖലീല ഈ അതികഠിനമായ ശക്തമായ, കാരണം ഈ ഖലീദ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പോക്കിൽ തന്നെ ഉണ്ട്, ആ മീസാക്കിൻ്റെ പോക്കിൽ തന്നെ ഉണ്ട് നല്ല കാഠിന്യമുണ്ട്. ആ ഖലീലായ മീസാക്ക് അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചതാണ്. നമ്മിൽ നിന്നും അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത് ഈ ഖലീലായ ഈ കടുപ്പമേറിയ ഈ കരാറ് തന്നെയാണ്. ഇതിന് പകരമായിട്ടാണ് അള്ളാഹു നമുക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുകയും ആ ചിന്ത മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുകയും അങ്ങനെ കൂട്ടായ്മകൾ ഉണ്ടാവുകയും നന്മ ലോകത്ത് പരത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മിൽ നിന്നുണ്ടാവാതെ നമ്മൾ ലക്ഷ്യം പ്രാപിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. നമുക്കിവിടെ നിർത്താം. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.